രേഖാചിത്രം ആസിഫ് അലി എന്ന പെർഫോമറിനെ, അനശ്വര എന്ന പെർഫോമറിനെ, മനോജ് കെ ജയൻ പിന്നെയും ശക്തമായൊരു വേഷപ്പകർച്ചയോടുകൂടി വരുന്നു എന്നുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. കാവ്യ ഫിലിംസ് സജീവമാകുന്നു എന്ന പ്രത്യേകതയും കൂടി ഉണ്ട്. മറ്റെന്തെല്ലാമാണ് പ്രത്യേകതകൾ? ഇപ്പം ഞാനൊരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ സ്ഥിരമായിട്ട് കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. സാധാരണ ഒരു 1-2 സിനിമ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആൾക്കാർ കഥ പറയാനായിട്ട് വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു സിനിമ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ബിസിനസ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ ഒരു ഈ പോസ്റ്റ് കോവിഡ് കുറേ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കേൾക്കണ കഥകളിൽ ചിലപ്പോൾ ഒരു 95% റിജക്റ്റ് ചെയ്ത് പോവുകയാണ്. 5% എന്ന് പറഞ്ഞാൽ വെറും പിന്നെ ഒരു സെക്കൻഡ് റൗണ്ട് അല്ലെങ്കിൽ തേർഡ് റൗണ്ട് ഡിസ്കഷനിലോട്ട് പോകാറുള്ളൂ. ബാക്കി 95 നമ്മൾ അപ്പം തന്നെ ഒഴിവാക്കി വിടും. ഈ സിനിമകളെല്ലാം മോശമായിട്ടല്ല, ചിലപ്പോൾ ഭയങ്കര ഹൈ ബഡ്ജറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഈ കാലഘട്ടത്തിന് പറ്റിയ ഒരു ഇതായിരിക്കില്ല, അങ്ങനത്തെ പല റീസണുകൾ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു 5% വന്നൊരു ഇതായിരുന്നു ഈ പറയുന്ന രേഖാചിത്രം എന്നുള്ളത്. ഞാൻ ചെയ്താക്കണേൽ ആദ്യമായിട്ടാണ് ഒരു കഥ കേട്ട് കഴിഞ്ഞിട്ട് ഓൺ ദ സ്പോട്ട് ഞാൻ ചെയ്യാമെന്ന് പറയുന്നത്. എന്താ വെച്ചാൽ സിനിമയുടെ കഥയുടെ ഒരു പ്രത്യേകതയായിരുന്നു അത്. പക്ഷെ അത് കഥ കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ എവിടെയോ ഒരു ബിസിനസ് സാധ്യത, ഞാൻ ആദ്യം ബിസിനസ് സാധ്യതയാണ് നോക്കണം. ബിസിനസ് സാധ്യത എന്ന് പറഞ്ഞാൽ സിനിമയുടെ ക്വാളിറ്റിയും എല്ലാ കാര്യങ്ങളും എല്ലാം അടങ്ങിയിരിപ്പുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഷോർട്ട് കട്ടില്ല, നല്ല സിനിമയാണെങ്കിൽ മാത്രമാണ് ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. തീർച്ചയായും. ഇപ്പോൾ വലിയ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വലിയ പ്രൊഡക്ഷൻ ബാനർ ആയിക്കോട്ടെ, വലിയ ബഡ്ജറ്റ്, ഇതൊന്നും ആൾക്കാർക്ക് അറിയണ്ട. നല്ല സിനിമയാണെങ്കിൽ മാത്രം, അതായത് എല്ലാ രീതിയിലും നല്ല സിനിമയായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഞാൻ കൺഫേം ആക്കിയ ഒരു സിനിമയാണ് രേഖാചിത്രം. അതിൻ്റെ ആ പ്രമേയം ഒരു വ്യത്യസ്തമാണ്. ആരും നമ്മളിതുവരെ കാണുകയോ ശീലിക്കുകയോ ചെയ്യാത്ത ഒരു വ്യത്യസ്തമായ ഒരു സിനിമ ആയതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. കഥ കേൾക്കണ പോലെയല്ല സിനിമ എടുത്തു വരുമ്പോൾ പലപ്പോഴും അത് അതായത് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ കഥ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ സിനിമ എല്ലാം കഴിഞ്ഞ് നമ്മൾ കാണുന്ന സമയത്ത് നമ്മളാകെ ഭയങ്കര നിരാശരാണ് സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഇൻ്റർവെൽ ഇല്ലാത്ത സിനിമ, കേരളത്തെ മൊത്തം ചിന്തയിൽ ആഴ്ത്തിയ ഒരു സംഭവത്തിൻ്റെ ഡെപ്പിക്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു സ്റ്റേജിങ്, അങ്ങനെയൊക്കെയാണ് രേഖാചിത്രത്തെ പറ്റിയിട്ടുള്ള പുറത്തേക്ക് വരുന്ന ചില വിവരങ്ങൾ. ഇൻ്റർവെൽ ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥ, അത് അവിടുത്തെ ക്യാൻറ്റീൻ ഫെസിലിറ്റീസിന് അല്ലെങ്കിൽ ഈ ഇൻ്റർവെല്ലിന് മാത്രം വിൽപ്പനയാവുന്ന കാര്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് വേറൊരു ഇൻഡസ്ട്രി തന്നെ അപ്പുറത്ത് നടക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആകുലതകളുണ്ടോ? ഇല്ല, ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തകൾ നമ്മുടെ ഒരിക്കലും പോയിട്ടില്ല. നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. ഇൻ്റർവെല്ലിലെല്ലാം എനിക്ക് വേറൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. നമ്മളുടെ ചിന്തകളിലോട്ടൊരു ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരാത്തൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ ചോദിച്ചത്. ഈ പറഞ്ഞ മറ്റേ സൈഡിലുള്ള കാര്യങ്ങളുണ്ട്, അതായത് കേരളത്തിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെല്ലാം കടന്നു പോയിട്ടുള്ള ഒരു സംഭവത്തിന്റെ വേറെ തന്നെ ഒരു സ്റ്റേജിങ് അല്ലെങ്കിൽ ഒരു ഡെപ്പിക്ഷൻ, അതായിരിക്കും രേഖാചിത്രം എന്നുള്ളതാണ് ഏറ്റവും അധികം നമ്മുടെ ഉദ്യോഗജനിതമായിട്ട് വിചാരിപ്പിക്കുന്നത്. അപ്പോൾ ആ ട്രെയിലറിൻ്റെ അടുത്ത് പല ആളുകൾ പല കഥകൾ നമ്മുടെ ഓഫീസ് സ്പേസുകളിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇത് ഇന്ന കഥയായിരിക്കും. ഇപ്പൊ കന്യാസ്ത്രീ വേഷം കൊണ്ട്, അല്ലെങ്കിൽ സിനിമയുമായി ആസ്പദമായിട്ടുള്ള ബന്ധം കൊണ്ട്, പല കാലഘട്ടങ്ങളിൽ നടക്കുന്നത് കൊണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള പ്രത്യേകതകളെ കൊണ്ട് പല കഥകൾ പറയുന്നുണ്ട് രേഖാചിത്രത്തിന്. ശരിക്കും മലയാളി അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കേരളം കണ്ടിട്ടുള്ള ഒരു സംഭവത്തിന്റെ വേറൊരു പുനരാവിഷ്കരണം, ആ ഒരു പ്രത്യേകത ഉണ്ടോ ഈ സിനിമയ്ക്ക്? ഇല്ല, ഇതിലങ്ങനെ ഈ സിനിമയെ പറ്റി പറയണമെങ്കിൽ എനിക്കിത് സത്യം പറഞ്ഞ ഇതിൽ പറയാൻ കുറേ പരിമിതികളുണ്ട്. അപ്പോൾ ഇതിൽ അങ്ങനെ എന്തെന്നാണ് പറയണത്, ഒരു ഭയങ്കര ഒരു ഞെട്ടിക്കണ ഒരു അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ചില സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ആ രീതിയിലുള്ള ഒരു സീറ്റിൻ്റെ അടിയിൽ പോയിട്ടിരിക്കണ ടൈപ്പുള്ള സംഗതി, അങ്ങനത്തെ ഒരു ത്രില്ലർ അല്ല ഒരിക്കലും. ഇത് ഒരു ക്രൈം ത്രില്ലർ അല്ല സിനിമ. അല്ല, ഒരു ക്രൈം നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കണ്ട് ശീലിച്ചാക്കണത് ഒരു മരണം സംഭവിച്ചിരിക്കുന്നു, കൊലപാതകൾ ആരാണ്, അതിൻ്റെ മോട്ടിവേഷൻ എന്താണ്, ഇത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വന്നു കഴിഞ്ഞിട്ട് അത് ചിലപ്പോൾ CBI ആയിരിക്കാം, ക്രൈം ബ്രാഞ്ച് ആയിരിക്കാം, ഒരു ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു, അല്ലാതെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിരിക്കും അന്വേഷണം നടക്കുക. ഇതാണ് നമ്മൾ കാണുന്ന ഒരു മിക്ക ഇൻവെസ്റ്റിഗേഷൻ മൂവിയുടെ പാറ്റേൺ. ചിലതിൽ മാത്രമാണ് ഈ പറയുന്ന കൊലപാതകം നടത്തിയാക്കണ അല്ലെങ്കിൽ ക്രൈം ചെയ്താക്കണ ആളെ കിട്ടിയിട്ടുണ്ടാവും. ഈ പറയുന്ന വിക്ടിം ആരാണെന്ന് അല്ലെങ്കിൽ അതിന്റെ മോട്ടിവേഷൻ എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ ഇത് രണ്ടും അറിയാൻ പറ്റും, പക്ഷെ എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്ന് അറിയാൻ പറ്റില്ല. ഈ പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നെല്ലാം ഒരു അംശങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ഇതിൽ നടക്കണ്ട, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ആരാണ് മരിച്ചത് അല്ലെങ്കിൽ ആരാണ് കൊലപാതകം, ഇങ്ങനത്തെ ഉള്ളതെല്ലാം പല രീതിയിൽ വന്നതാണ്. അത് നമ്മൾ കാണാത്ത, അതായത് ഇതുവരെ ശീലിക്കാത്ത രീതിയിലുള്ള
ഒരു ഒരു എൻ്റെ ഒരു ഈ സിനിമയിലോട്ടുള്ള ഒരു അട്രാക്ഷനും ആ ഒരു സംഗതി തന്നെയായിരുന്നു. എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചത് ഈ സിനിമയുടെ ട്രെയിലറിൽ വന്ന ഒരു ഡയലോഗാണ്. സ്ഥിരമായി ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ, ഒരു യുവ പോലീസ് ഓഫീസറിനെയൊക്കെ സിനിമയിലെ ചില സീനുകളിൽ കാണിക്കുമ്പോൾ പ്രായത്തിന്റെ ആവേശം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റുള്ള ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗ്, നമ്മുടെ ഈ പ്രായത്തിൽ ഇങ്ങനെയായിരുന്നില്ല, അങ്ങനത്തെ ഡയലോഗുകളായിരിക്കും സ്ഥിരം നമ്മൾ കേൾക്കുക. അല്ലെങ്കിൽ ചെറുപ്പമല്ലേ, ഇവിടെ ആവേശമല്ല ആവശ്യമാണ്. അതിൽ തന്നെ എന്തോ ഒരു ഹുക്കിംഗ് എലമെന്റ് ഉണ്ടായിരുന്നു അതിനകത്ത്. ശരിക്കും ആസിഫ് അലി എന്നുള്ള പെർഫോമറിനെയും കിഷ്കിന്ധാണ്ടത്തിന് ശേഷം മറ്റൊരു രീതിയിൽ അടയാളപ്പെടുത്തുന്ന സിനിമയായിരിക്കും രേഖാചിത്രം. 100%. ഞാൻ അതായത് ആ കഥ ജോഫിൻ എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഈ രീതിയിൽ ആസിഫ് പെർഫോം ചെയ്യുമെന്ന് വിചാരിച്ചില്ല. അതായത് എന്താണ് ആ കഥ ആവശ്യപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100%, 100 അല്ല അതിന് മേലെ ആസിഫ് ചെയ്തിട്ടുണ്ട്. പല രീതിയിലുള്ള പോലീസ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ, ചിലർ ഭയങ്കര റഫായിട്ടായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ആ ജേർണിയിൽ, അതായത് ഇൻവെസ്റ്റിഗേഷൻ ജേർണിയിൽ അവരുടെ സ്വഭാവങ്ങൾ പല രീതിയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്ന രീതിയിലാണ്. പക്ഷേ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഒരു സൗമ്യമായ ഒരു പോലീസുകാരൻ, പക്ഷേ പുള്ളിക്ക് അത് ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ നടത്തി അത് ചെയ്യുക എന്നുള്ളത് പുള്ളിയുടെയും കൂടെ ആവശ്യമാണ്. അങ്ങനത്തെ കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ആ പുള്ളിയുടെ ഒരു നിസ്സഹാവസ്ഥ അതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ആസിഫിൻ്റെ ഒരു മാനറിസം ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട്. ചിലതെന്ന് പറഞ്ഞാൽ പുള്ളി വെറുതെ നോക്കി നിൽക്കണമെങ്കിൽ പോലും അതിന് പല പല അർത്ഥങ്ങളുണ്ട്. ആ രീതിയിൽ അത് സ്ക്രിപ്റ്റിൽ എങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ ആ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്, അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അനശ്വരയുടെ ഒരു പെർഫോമർ എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം കൂടി എടുത്ത് പറയണം. അപ്പം അനശ്വരയുടെ ഒരു സെറ്റിലുള്ള യുവ നടിമാരെ വെച്ച് മാറ്റി നിർത്തുന്ന അനശ്വരയുടെ മുഖത്തിലെ ചില പ്രത്യേകതയാണ്. ഏതോ ഒരു റെട്രോ നായികയുടെ, അത് പണ്ട് ഉണ്ടായിരുന്ന മലയാള സിനിമയ്ക്ക് ഒരു നായികയുടെ ഉണ്ടായിരുന്ന മുഖത്തിന്റെ ഒരുപാട് ഫീച്ചേഴ്സ് അനശ്വരയ്ക്കുണ്ട്. അതുപോലെ തന്നെ അഭിനയത്തിലായാലും മറ്റ് അവർ കുറേ കൂടി ടീനേജ് ലവ് പ്രണയങ്ങൾ എടുക്കുമ്പോൾ അനശ്വര അതിനോടൊപ്പം തന്നെ നേരിലെ പോലെ വേഷങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഈ സിനിമയിലൊക്കെ പോലത്തെ വേഷങ്ങൾ എടുക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അനശ്വരയുടെ പ്രകടനം കണ്ടപ്പോൾ, ആ ഔട്ട് കണ്ടപ്പോൾ അനശ്വര ഇതിൽ ചെയ്താക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊരു സിനിമ എൻ്റെ ഇൻ്റർവ്യൂ ഇട്ട് കഴിഞ്ഞിട്ട് 4 ആൾക്കാർ വന്നിട്ട് ഇത് കേട്ടാ ഞാൻ ഒരിക്കലും അങ്ങനെ പറയണല്ലോ. നമ്മുടെ സിനിമകളിൽ ആദ്യമായിട്ട് അനശ്വര അഭിനയിക്കുന്ന ഇതാണ്. ഞാൻ അനശ്വര സത്യം പറയേണ്ട അധികം സിനിമകൾ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു തണ്ണീർമത്തൻ അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ഈ സിനിമയാണ് കണ്ടത്. സത്യം പറഞ്ഞാൽ എന്താണല്ലോ ഡിമാൻഡ് ചെയ്യുന്നത് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രത്യേക ഒരു കാലഘട്ടവും അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങളും അതിൽ കൂടി കടന്നു പോണ ഒരാളെന്നുള്ള രീതിയിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നമുക്കത് കാണുമ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ആർക്കെങ്കിലും അഭിനയിക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നി. അത് നിങ്ങൾ നാളെ സിനിമ കാണുമ്പോൾ വിചാരിക്കും എങ്ങനെ ഇതൊരു അഭിനയം തന്നെയാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഇത് പല രീതിയിലുള്ള ഒരു വേദനകളും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പലതും എന്താണ് പറയണ അനുഭവിക്കുന്ന ഒരാളുടെ ഒരു ഇതുണ്ടല്ലോ, ഇതെല്ലാം അധികം ഫേസിൽ കൂടിയാണല്ലോ കാണിക്കാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ വികാരങ്ങൾ. അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ജോഫിൻ എന്ന മേക്കർ ഇപ്പോൾ പ്രീസ്റ്റ്ലൻ അദ്ദേഹത്തിന്റെ ഒരു മാർക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. മലയാളത്തിന്റെ പരിമിതമായ ബഡ്ജറ്റിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഹോളിവുഡ് സിനിമകളോടൊക്കെ കിടപിടിക്കുന്ന രീതിയിൽ എക്സോസിസ്റ്റെ അവതരിപ്പിക്കുക, ബാധ ഒഴിപ്പിക്കലാണെങ്കിൽ പോലും അതിന് പുതിയൊരു ആംഗിൾ കൊണ്ടുവരിക, ആളുകളെ ഹുക്കിപ്പിക്കുക എന്നുള്ള രീതിയിൽ പ്രീസ്റ്റ്ലൻ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പെർട്ടൈസ് തെളിയിച്ചിട്ടുണ്ട്. അപ്പം രേഖാചിത്രത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സ്ക്രിപ്റ്റിൽ ഉള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്നുണ്ടെന്നുള്ള സാറിനെ ഇപ്പോൾ ഔട്ട് കണ്ടിട്ട് പറഞ്ഞല്ലോ. ജോഫിൻ എന്ന മേക്കറിനോടുള്ള ഇന്ററാക്ഷൻസ് എന്താ മനസ്സിലായിട്ടുള്ളത്? ജോഫിനെ പറ്റി 2 വാക്ക് ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറേ സിനിമകൾ ചെയ്ത് പിന്നെ പല സിനിമകളായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ ഡയറക്ടേഴ്സിനെ നമ്മൾ കാണുകയും അവരുടെ സ്വഭാവങ്ങളും അവരുടെ പ്രത്യേകതകളെല്ലാം നമ്മൾ അനുഭവിച്ചു പോകണ്ടല്ലോ. അങ്ങനെയുള്ള നമ്മൾ ഓരോ ആൾക്കാരുടെ വ്യത്യസ്തമായ ഇതറിയണം. ജോഫിൻ ചെയ്ത സിനിമ ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഞാൻ പറയണതല്ല. ജോഫിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി ഡയറക്ടറാണ്. അതാണ് എടുത്തു പറയേണ്ടത്. ചില ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ പ്രൊഡ്യൂസറിന് പണി കൊടുക്കുക എന്നുള്ളത് മാത്രം ചിന്തിച്ചിരിക്കുന്ന ഇഷ്ടംപോലെ ഡയറക്ടേഴ്സ് ഈ മലയാളത്തിലുണ്ട്. അതിൽ ഒരു സംശയമില്ലാത്ത പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ പൈസ ഇടാൻ മാത്രമേ ഉള്ളൂ, നീ പിന്നെ അങ്ങോട്ട് മാറി നിന്നോ എന്ന് ചിന്തിക്കണ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റൊക്കെ ആണെങ്കിൽ പോലും നമ്മളെ മൈൻഡ് ചെയ്യുക പോലും ഇല്ല. അങ്ങനത്തെ ഇഷ്ടംപോലെ ആൾക്കാരുള്ള ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ ജോഫിൻ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാൾ. ആദ്യം വളരെ സമയമായിട്ട് സംസാരിക്കുള്ളൂ, യാതൊരുവിധ കംപ്ലൈൻറ്റുകളും ഇല്ല. ഈ പറയണ ഒരു പ്ലാൻ ചെയ്താക്കണ അതിൽ നിന്ന് ബഡ്ജറ്റിൽ നിന്ന് എങ്ങനെ കുറച്ച് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ചിന്തിച്ച് കഴിഞ്ഞിട്ട് എല്ലാത്തിനും കോംപ്രമൈസ്. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അപ്പോൾ നമ്മൾ ചോദിക്കണം ജോഫിൻ ഇത് പോരെ നീ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോഫിൻ അത് ഓക്കെ ആണെങ്കിൽ പറയും സാർ അത് മതി, എന്തിനാണ് അത് ചെയ്യുന്നത്, അങ്ങനെ ചിന്തിക്കണം. മറ്റൊരു അങ്ങനെയല്ല, അത് പറ്റില്ല, അത് തന്നെ വേണം. നമുക്ക് ചിലപ്പോൾ കഥ അറിയാവുന്നതുകൊണ്ട് നമുക്ക് തോന്നും എന്തിനാണ് ഇത്രയും പൈസ ചിലവ് ചെയ്യണത്. ചിലപ്പോൾ ഒരു 5 ലക്ഷം രൂപയായിരിക്കും അതിൽ പറഞ്ഞാക്കണത്, മറ്റേതാണെന്ന് ചിലപ്പോൾ 1 ലക്ഷത്തിന് നടക്കും. അപ്പോൾ ജോഫിനോട് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു കംപ്ലൈൻറ്റ്, സിനിമക്ക് അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ
നമ്മളെപ്പോഴും നമ്മൾ ഈ പൈസ ചിലവാക്കണ എപ്പോഴും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് ചിലവാക്കാനാണല്ലോ ശ്രമിക്കുന്നത്. അതെ അതെ അപ്പോൾ അത് വളരെ കുറച്ച് ഡയറക്ടേഴ്സ് മാത്രമാണ് അതിൻ്റെ കൂടെ പ്രൊഡ്യൂസറിനോട് നിൽക്കുള്ളൂ. ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് സംസാരിക്കുക പോലും അസോസിയേറ്റിനെ വിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ അതൊന്നും പറ്റില്ല, അത് തന്നെ വേണം എന്ന് പറയാൻ എന്ന് വെച്ചാൽ അവർ അങ്ങനത്തെ ഒരു ചിന്ത ഒരു സെറ്റപ്പിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ ഈ സിനിമ ഇതാക്കണ എല്ലാവരും അങ്ങനത്തെ ആൾക്കാരാണെന്നൊന്നും അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ അവർ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിൽ ജോഫിൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ഒരു ഇതാണ്. ഞാൻ ഇതായിട്ട് ഇതുവരെയായിട്ടും ഏതെങ്കിലും ഒരു ദേഷ്യത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും സംസാരിക്കേണ്ട വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെയാണ് പോയേക്കുന്നത്.